എല്ലാവർക്കും നമസ്കാരം. സാപ്പിയൻസ് ലിറ്ററേച്ചർ പ്രസിദ്ധീകരിക്കുന്ന ശ്രീമതി അനിത രാജീവ് എഴുതിയ പുഴ കടന്ന് ഭൂമി തൊട്ടവർ എന്ന കവിതാ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രസാധക എന്ന നിലയിൽ വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എനിക്കുള്ളത്. അതിനു മുൻപേ നമ്മളുടെ സമയം വളരെ പരിമിതമാണ്. 25 മിനിറ്റിലെ ഒരു ടൈം സ്ലോട്ടിൽ നമുക്ക് ഈ ഒരു ചടങ്ങ് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദീർഘമായ ഒരു സ്വാഗതത്തിന് സമയം എടുക്കുന്നില്ല. ഈ ചടങ്ങിന് അധ്യക്ഷനായിട്ടുള്ള ശ്രീ മങ്ങാട് സുരേന്ദ്രൻ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം കവിയാണ്, സഹൃദയനാണ്. പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും പ്രിയപ്പെട്ട കവി കുരീപ്പുഴ ശ്രീകുമാർ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കുന്നതിനായി എത്തിച്ചേർന്ന ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമൊക്കെയായ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് വിജയരാജ മല്ലികയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പുസ്തക പരിചയം നടത്തുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്നത് കവിയും സഹൃദയനും സുഹൃത്തുമായ ശ്രീ സനിൽ കാക്കാമൂലയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റ് ദിവ്യ സിയാറാണ്. ദിവ്യയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള കവിയും നോവലിസ്റ്റും എല്ലാമായ ശ്രീ ഗോപകുമാർ തെങ്ങമത്തിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വാക്കുകളുടെ ദേശാടനം എന്ന പുസ്തകത്തിലൂടെ ഏറെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ശ്രീ സി ഗോപിനാഥ്. നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായി അദ്ദേഹവും എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായി ഇന്നത്തെ നമ്മളുടെ ഈ ചടങ്ങിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള അനിത രാജീവ് തിരുമകൾ തിരുമ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ കവിതകൾ എഴുതി സ്വന്തം നിലപാടുകൾ ഉറപ്പിച്ച് ഒരുപാട് പേരുടെ സ്നേഹത്തിനും പ്രശംസയ്ക്കും പാത്രമായി തീർന്ന ശ്രീമതി അനിത രാജീവിനെ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിനെ സമ്പന്നമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ മങ്ങാട് സുരേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഒരുപാട് ദീർഘിപ്പിച്ച് പോകുന്നില്ല. സദസ്സിലുള്ള പ്രിയ സഹോദരങ്ങളെ, അനിത ഞങ്ങൾ സഹോദരങ്ങളാണ്. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മാത്രം അനിതയെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. ഞങ്ങൾ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകളാണ്. ഏറ്റവും കുറുമ്പുള്ള ആളായിരുന്നു അനിത. അന്നും പ്രിയപ്പെട്ട നിഷേധി എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. ഇപ്പോഴും ഞാൻ വിളിക്കുന്നത് പ്രിയപ്പെട്ട നിഷേധി എന്നാണ്. എല്ലാ ആൺപൊയ്മകളോടും പൊരുത്തപ്പെടാതെയും സ്ത്രീപക്ഷ നിലപാടുകളോട് എല്ലാ കാലത്തും ഐക്യപ്പെട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനൊപ്പം നടക്കാനും അവരുടെ യാതനകളെ കണ്ടുകൊണ്ട് കുറിപ്പുകളാക്കാനും ഒക്കെ അനിത സമയം കണ്ടെത്തിയതിൽ വളരെയേറെ അഭിമാനം തോന്നുന്നു. കോളേജ് ജീവിത പഠനകാലം വരെയുള്ള പരുക്കൻ പടവുകളിലൂടെയുള്ള യാത്രയായിരിക്കാം അനിതയിലെ കവയിത്രിയെ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുവാനുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട അനിതയോടുള്ള ആ സ്നേഹവും അതുപോലെ തന്നെ എഴുത്തിൻ്റെ ലോകത്ത് ഒരുപാട് പടവുകൾ കടക്കാൻ കയറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ചുരുക്കുകയാണ്. ഒരുപാട് പ്രമുഖർ ഈ വേദിയിലുണ്ട്. പ്രിയപ്പെട്ട കുരീപ്പുഴ ശ്രീകുമാർ സാറാണ് പുസ്തക പ്രകാശനത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ മരിച്ചു വീണ രക്തസാക്ഷികളെ തേടി ഇന്ത്യയെമ്പാടും നടക്കുകയും അവരുടെ അസ്ഥികൾ ഉറങ്ങുന്ന മണ്ണിൽ
ഒരു നിമിഷമെങ്കിലും ചെലവാക്കുവാൻ എനിക്ക് തോന്നുന്നു സാഹിത്യ ലോകത്ത് അങ്ങനെ ശ്രമം നടത്തിയിട്ടുള്ള ഒരേ ഒരാളെ ഉണ്ടാകൂ, അത് കുരീപ്പുഴ ശ്രീകുമാറാണ്. അത് ശ്രീകുമാർ സാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. എവിടൊക്കെ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടോ, പഞ്ചാബിൻ്റെ മണ്ണിൽ, വടക്കേന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ രക്തസാക്ഷികളുണ്ടോ അവിടെയെല്ലാം, അതിലെല്ലാം ഉപരി സ്വന്തം ഭാര്യയെ കൂട്ടുകാരിയായി കാണാനും ജാതിരഹിത മതരഹിത ജീവിതം നയിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് തന്നെ പുത്തൻ ആശയവും ആവേശവും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കവി കുരീപ്പുഴ ശ്രീകുമാറിനെ എല്ലാ ആദരവോടെയും കൂടി സന്തോഷത്തോടു കൂടി ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊള്ളുന്നു. പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട എഴുത്താൾ വിജയരാജ മല്ലിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. മലയാള കവിതയുടെ ഗ്രന്ഥശാലയിലേക്ക് പുതിയൊരു പുസ്തകം കൂടി വന്നിരിക്കുകയാണ്. നമ്മൾ വളരെ ആഹ്ലാദത്തോടെ അതിനെ ഏറ്റുവാങ്ങുകയാണ്. ഈ സവിശേഷ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, മലയാള കവിതയിൽ പുരുഷാധിപത്യം അവസാനിച്ചിരിക്കുന്നു. മലയാള കവിതയിൽ സവർണാധിപത്യം ഉണ്ടായിരുന്നതും അവസാനിച്ചിരിക്കുന്നു. മലയാള കവിതയിലേക്ക് സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രവാഹം ഉണ്ടായിരിക്കുന്നു. കന്നഡയിലും തമിഴിലുമൊക്കെ എഴുത്തമ്മമാരുണ്ട്, ഔവയാറും ഒക്കെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എഴുത്തമ്മമാർ, അക്ക മഹാദേവിയൊക്കെ. നമുക്ക് എഴുത്തമ്മയില്ല, എഴുത്തച്ഛൻ മാത്രമേ ഉള്ളൂ. എഴുത്തച്ഛൻ മാത്രമല്ല, എഴുത്തമ്മ ഇല്ലാത്തൊരു ഭാഷയാണ് മലയാളം. ഏതാണ് ഏറ്റവും പഴയ എഴുത്തുകാരി എന്ന് ചോദിച്ചാൽ ഒരു പേര് പറയാൻ നമുക്കറിയില്ല. ഇതൊക്കെ എഴുതിയിട്ടുള്ളത് തീർച്ചയായിട്ടും അമ്മമാർ ഉണ്ടാക്കിയിട്ടുള്ളത്, എഴുതിയെന്ന് പറയാൻ പറ്റില്ല, ഉണ്ടാക്കിയിട്ടുള്ളത് അമ്മമാരായിരിക്കാം. മലയാളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന താരാട്ടുപാട്ട്, നാട്ടുകാർക്കെല്ലാം അറിയാവുന്നൊരു താരാട്ടുപാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതോ ഇരേമൻ തമ്പിയുടെ ഓമനത്തിങ്ങൾ കിടാവുന്ന പാട്ടാണ്. അതുപോരല്ലോ, അല്ലാതെയുമുള്ള പാട്ടുകൾ ഉണ്ടല്ലോ. കേരളത്തിലെ കർഷക തൊഴിലാളികൾ വയൽവരമ്പിൽ അവരുടെ കുഞ്ഞുങ്ങളെ ഉറക്കിയത് താരാട്ടുപാടിയാണ്. ആ പാട്ട് ഏതാണ്? ആ പാട്ടുണ്ടാക്കിയ അമ്മയുടെ പേരെന്താണ്? നമുക്കറിയില്ല. എന്തുകൊണ്ടറിയില്ല? കേരളം ഭ്രാന്താലയമായിരുന്നത് കൊണ്ട് അറിയാതെ പോയി. പുരുഷന്മാർ മാത്രമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. ഇനി ഏതെങ്കിലും ഒരു അന്വേഷണം നടത്തിയാൽ, പേരറിയാവുന്ന ഒരു എഴുത്തുകാരിയെക്കുറിച്ച്, കവിത എഴുത്തുകാരിയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയാൽ നമുക്ക് തോട്ടയ്ക്കാട്ട് ഇക്കാമയ്ക്ക് അപ്പുറത്തേക്ക് ആരെ കണ്ടെത്താൻ കഴിയും? വടക്കൻപാട്ടുകളെല്ലാം ഉണ്ടായിട്ടുള്ളത് അമ്മമാരുടെ മനസ്സിലാണ്, സ്ത്രീകളുടെ മനസ്സിലാണ്. അതുകൊണ്ടാണ് കുഞ്ഞിരാമനെ നോക്കിയിട്ട് പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല, ആണായ നിങ്ങൾ വിറയ്ക്കുന്ന എന്തേ എന്ന് ചോദിച്ചത്. അത് ഭീരുക്കളായ പുരുഷന്മാർ ഒരിക്കലും എഴുതില്ല. ധൈര്യമുള്ള തൻ്റെയുള്ള ഉണ്ണിയാർച്ചയ്ക്ക് മാത്രമേ അത് പറയാൻ സാധിച്ചുള്ളൂ. സ്ത്രീ സാന്നിധ്യമുണ്ട്, പക്ഷേ ഏത് സ്ത്രീ എന്നറിയില്ല. അത്രമാത്രം അവഗണന അനുഭവിച്ച മേഖലയാണ് സ്ത്രീയുടെ മേഖല. മറ്റൊന്നുള്ളത്, പുരുഷാധിപത്യം പോലെ ബ്രാഹ്മണാധിപത്യം. നാടൻപാട്ടുകളാണ് ഏത് കവിതയുടെയും അടിസ്ഥാനം. പക്ഷേ നാടൻപാട്ടുകൾ ഉണ്ടാക്കിയത് ആരാന്ന് അറിയാൻ വയ്യ. അതുമാത്രമല്ല, നമുക്കറിയാവുന്ന അച്ചടിച്ച പുസ്തകമായി നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള കവിതകളെല്ലാം തന്നെ ചെറുശ്ശേരി നമ്പൂതിരി, എഴുത്തച്ഛൻ തന്നെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിലെ അവസാനത്തെ ആളാണ്, അതിന് താഴെയില്ല. ചെറുശ്ശേരി നമ്പൂതിരി, കുഞ്ചൻ നമ്പ്യാർ, രാമപുരത്ത് വാര്യർ, പൂന്താരൻ നമ്പൂതിരി, അങ്ങനെയുള്ള ആളുകളെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ നാലാമത്തെ ശ്രേണിയിൽപ്പെടുന്ന വള്ളത്തോൾ നാരായണമേനോനൊക്കെ വരാൻ എത്രയോ നൂറ്റാണ്ടുകളെടുത്തു. കുമാരനാശാൻ ഉണ്ടാവാൻ എത്രയോ നൂറ്റാണ്ടുകളെടുത്തു. അതിനെ അവർ വെച്ചിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കവിയാവണമെന്നുണ്ടെങ്കിൽ വൃത്തം പഠിക്കണം. കേട്ടാൽ പേടിയാവുന്ന ചില വൃത്തങ്ങളുണ്ട്. ശാർദൂല വിക്രീഡിതം, സ്രഗ്ധര, കുസുമമഞ്ജരി, മന്ദാക്രാന്ത തുടങ്ങിയുള്ള വൃത്തങ്ങൾ. ഈ വൃത്തം പഠിക്കണം. ഈ വൃത്തത്തിൽ എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾ കവിത എഴുതാവൂ. എന്നിട്ട് കേരളീയരോട്, ഈ സവർണ പുരുഷാധിപത്യമുള്ള കേരളത്തിനോട് പറഞ്ഞത്,
നിങ്ങളാരും പഠിക്കാനേ പാടില്ല എന്നാണ്. വൃത്തമൊന്നല്ല, ചതുരവും ഒന്നും പഠിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അയ്യങ്കാളിക്ക് ശേഷമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിജയദശമിയിൽ എഴുത്തിനെ എതിർക്കുന്നത്. ഞാൻ എഴുത്തിന് ഇരുത്താൻ പോകാത്തത് അതുകൊണ്ടാണ്. എഴുത്തിനിരുത്തിയ ഘട്ടത്തിൽ വിജയദശമി ദിവസത്തിൽ ഞാൻ വായിച്ചൊരു പോസ്റ്റ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ സരസ്വതി നിങ്ങളുടെ സരസ്വതി അല്ല, മഹാരാഷ്ട്രയിൽ ദളിതർക്ക് വിദ്യാഭ്യാസം നേടിത്തന്ന അമ്മയാണ് ഞങ്ങളുടെ സരസ്വതി എന്ന പോസ്റ്റ് ഉണ്ടായത്. സോഷ്യൽ മീഡിയയാണ് കേരളത്തിലെ സ്ത്രീകളെയും ദളിതരെയും ഒരുപാട് രക്ഷപ്പെടുത്തിയത്. ഈ അറിയാവുന്ന പഠിച്ചവരെന്താണ് എഴുതിയത്? പഠിച്ചവരെഴുതിയത് ഒറ്റ ശ്ലോകങ്ങളാണ്. ശ്ലോകം എഴുതിയ രസമാണ്. ഒരു കർഷക തൊഴിലാളിയെ കണ്ടപ്പോൾ ഒരാൾക്ക് എഴുതണമെന്ന് തോന്നിയത്, മൂടില്ലാത്തൊരു മുണ്ടുകൊണ്ട് മുടിയും മൂടിയിട്ട് വൻ കറ്റയും പേറിക്കൊണ്ട് അരിവാൾ പുറത്തു തിരുകി ഉതച്ചങ്ങനെ പാടത്തുനിന്ന് വരുന്നതിന് വരവ് കണ്ട് ഏറെ കൊതിക്കുന്ന എണ്ണ. ഒരു കർഷക തൊഴിലാളി അമ്മ കറ്റയും ചുവന്നുകൊണ്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊതി തോന്നുക. ഇതായിരുന്നു കവിത. ഇരുട്ടിടട്ട് ഇതേവരയ്ക്ക് വരുന്നതിന് മിരട്ട് കേട്ടിരുന്ന് നേരം അർദ്ധരാത്രിയായവോ ഇരട്ടിയല്ല നേരം എട്ടിരട്ടിയായി രമിക്കുവാൻ വരട്ടയോ കരീന്ദ്രകാമിനിയാണ്. ഇതായിരുന്നു ഒരു കാലത്തെ കവിത. സ്തനവളർച്ചയെക്കുറിച്ച് മലയാളത്തിൽ കവിതയുണ്ട്. സ്തനവളർച്ചയെക്കുറിച്ച് കവിതയുള്ള ഒരു ഭാഷയാണ് നമ്മുടെ ഭാഷ. മഞ്ചാടി പ്രായമായി കുളിർമുലകൾ മിനഞ്ഞാന്ന് ഇന്നലെ പങ്കജത്തിൻ മുട്ടോടൊട്ടൊട്ടു സാമ്യം സരസിജവദനയ്ക്ക് ഇന്ന് പുൽകുംഭസാമ്യം നാളെ കുംഭീന്ദ്രകുംഭത്തോട് പടപൊരുതും മറ്റന്നാൾ നാഗലോക കളരിയിൽ മറ്റന്നാൾ കുന്നുവെല്ലും നാലാം നാൾ നാഗലോക കളരിയിൽ വിരുദം കാട്ടി മേൽപോട്ടിയാടും. സ്തനങ്ങളുടെ വളർച്ചയെക്കുറിച്ച് ഇവരൊക്കെ കവിത എഴുതിയിരുന്ന സമയത്ത് മുലകൾക്ക് നികുതി കൊടുക്കുകയായിരുന്നു കേരളത്തിലെ സാധാരണ ജനങ്ങൾ. ആ നികുതിയിൽ പ്രതിഷേധിച്ചാണ് മുല എരിഞ്ഞു കൊടുത്ത നങ്ങേലി നമുക്കുണ്ടായത്. കാലം മാറിയിരിക്കുന്നു. സയൻസാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്, ദൈവമല്ല. ഒരു ദൈവവും കേരളത്തിലെ സ്ത്രീകളെയും ദളിതരെയും രക്ഷപ്പെടുത്തിയിട്ടില്ല. സയൻസ് രക്ഷപ്പെടുത്തി. എങ്ങനെ? സയൻസ് ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചു, ഈ സോഷ്യൽ മീഡിയ നമുക്കായിട്ട് തുറന്നു തന്നു. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും എഴുതാം. ദളിതരുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ ആദിവാസി ഗോത്രയുടെ ഇടയിൽ നിന്നും ആത്മകഥകൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ചില ആളുകളെങ്കിലും പറയും, ഇവർക്കെന്താ ആത്മകഥ? IAS ഉദ്യോഗസ്ഥന്മാരും വലിയ എഴുത്തുകാരും കവികളും ഒക്കെ അല്ലേ ആത്മകഥ എഴുതുന്നത്, ഇവർക്കെന്താ ആത്മകഥ? അവിടെ നമുക്കൊരു മറുപടി ഉള്ളത്, എന്തുകൊണ്ട് ഒരു IAS ഓഫീസറായി എനിക്കൊരു ആത്മകഥ എഴുതാൻ കഴിയാതെ പോയി എന്നൊരു കഥ എഴുതുമ്പോൾ അതിനെയാണ് ആത്മകഥ എന്ന് പറയുന്നത്. ഒരു കർഷക തൊഴിലാളിയുടെ ആത്മകഥ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കേരളത്തിൽ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുക, സ്ത്രീകളായിട്ടുള്ള ആളുകൾ എഴുതിയിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. അഭിമാനത്തോടെയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. അതുപോലെ തന്നെ വിജയരാജ മല്ലികയെപ്പോലെ ആണ് പെണ്ണ് എന്ന തരം തിരിച്ചിട്ടില്ലാത്ത ഒരു വലിയ വിഭാഗമുണ്ട്. ആ വിഭാഗത്തിലെയും സാഹിത്യ സൃഷ്ടികൾക്ക് മലയാളത്തിൽ പ്രാധാന്യമുണ്ടായത് ഈ സ്വാതന്ത്ര്യാനന്തരമാണ്. ജനാധിപത്യം ഉണ്ടായതിനു ശേഷമാണ്, പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്, അയ്യങ്കാളി ഉണ്ടായതിനു ശേഷമാണ്, സോഷ്യൽ മീഡിയ ഉണ്ടായതിനു ശേഷമാണ്. ഞാൻ നിർത്തുകയാണ്. ഒരു കവിത, ഒറ്റ കവിതയെ എനിക്ക് ഈ കവിതയിൽ ഈ പുസ്തകത്തിൽ കുറേ കവിതകൾ വായിച്ച് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഒരു കവിത മാത്രം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ചരിത്രം. വിശപ്പിനാൽ ധനികനായവനെ ചിരിക്കാൻ പഠിപ്പിക്കേണ്ട, ആഴങ്ങളിൽ കണ്ണുടക്കിയവനെ കരയാനും കരഞ്ഞു ചിരിക്കാൻ പഠിപ്പിക്കുന്ന പള്ളിക്കൂടം ഉണ്ട്, അനുഭവം എന്ന ഏകാധ്യാപക വിദ്യാലയം. അവിടുത്തെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥിയാണ് അവൻ. നിസ്സംഗതയുടെ ഗൗരവത്തിൻ്റെ കട്ടിയേറിയ മാസ്കിന് പിന്നിലാണ് ആ കരച്ചിലെല്ലാം. എല്ലാവരെയും എന്ന പോലെ ചേർന്നിരിക്കുന്ന മാസ്കും ചതിയിൽ വീഴ്ത്തും, തോൽപ്പിക്കപ്പെടും വീണ്ടും. നിശബ്ദത പൂത്ത ഒറ്റ വസന്തത്തിൽ ആ തോൽവി ചരിത്രമാകട്ടെ, ചതിക്കപ്പെട്ടവൻ്റെ ചരിത്രം. ചതിക്കപ്പെട്ടവർ ഇതാ ചരിത്രം എഴുതിക്കൊണ്ടേയിരിക്കുന്നു. നമസ്കാരം. നന്ദി സാർ. സാറിൻ്റെ മനോഹരമായ വാക്കുകൾക്ക് ഏറെ കടപ്പെട്ടിരിക്കുന്നു. പുസ്തകം സ്വീകരിച്ചത് പ്രിയപ്പെട്ട എഴുത്താൾ വിജയരാജ മല്ലികയാണ്. ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളിലൂടെ അവരാർജിച്ചെടുത്ത സാംശീകരിച്ച വാക്കുകൾ വലിയ തീവ്രമായി നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇതിനോടകം. പ്രിയപ്പെട്ട എഴുത്താൾ
വിജയരാജമല്ലിയെ ആദരപൂർവ്വം ആശംസകൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിട്ടുള്ള ഏറെ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇവർക്ക് നമസ്കാരം. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണിത്. കാരണം പുത്തൻ ആധുനികതയ്ക്ക് ശേഷമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അവരുടെ സാഹിത്യത്തിലെ ഭൂപടം വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്ര മനോഹരമായിട്ടാണ് അവർ അവരുടെ ഭാഷയെ, അവരുടെ ശരീരത്തെ, അവരുടെ സ്വത്വത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പുസ്തകം വീട്ടിലേക്കാണ് അയച്ചു കൊടുത്തത്. കഴിഞ്ഞ 25-ാം തീയതി വീട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ പങ്കാളി ഇതിലെ ഓരോ കവിതകളും അയച്ചു വന്നപ്പോൾ, വാട്സപ്പിലൂടെ അയച്ചു വന്നപ്പോൾ, അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻറ്റിമസി ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ആൺനദി എന്ന എൻ്റെ കവിതാ സമാഹാരം 2019 ഇറങ്ങുന്നത്. ആ കവിതയുടെ ആത്മാവുമായിട്ട് ഈ പുസ്തകത്തിലെ കവിതകൾക്ക് ഒരു വല്ലാത്തൊരു അടുപ്പം അനുഭവപ്പെട്ടു. ആ അനുഭവം തന്നെയാണ് സത്യത്തിൽ ഈ വേദിയിൽ എന്നെ കൊണ്ട് എത്തിച്ചതും. കാരണം ഒരു പെണ്ണ് എഴുതുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അനിത ഒരു സാധാരണ എഴുത്തുകാരിയല്ല, മറിച്ച് ആക്ടിവിസ്റ്റാണെന്ന് ഈ കവിതകൾ വായിക്കുമ്പോൾ മനസ്സിലാകും. കവിതയുടെ ആത്മാവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിലെ ഓരോ അടരുകളിലും അവർ എഴുതി വച്ചിട്ടുള്ളത് നീതി നിഷേധത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ താല്പര്യങ്ങളെപ്പറ്റിയും ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് അവൾക്ക് ചുറ്റും കെട്ടിയിട്ടുള്ള മതിലുകളെ കടന്ന് എഴുത്തിൽ അവളായി അടയാളപ്പെടുത്താമെന്നും മറ്റുള്ളവരെ എഴുതാൻ പ്രേരിപ്പിക്കാൻ കഴിയുന്നതെന്നും കവിതകൾ വായിച്ചാൽ വളരെ കൃത്യമാണ്. എൻ്റെ ഒരു വിനീതമായ അപേക്ഷ, നിങ്ങളാരും പുസ്തകം പണം കൊടുത്ത് വാങ്ങിക്കാതെ ഇവിടുന്ന് കടന്നു പോകരുത്. കാരണം അതൊരു പുതിയ സംസ്കാരത്തിന് തുടക്കം വയ്ക്കുകയാണ്. ഇതിലെ കവിതകൾ നിങ്ങളെ എല്ലാ അർത്ഥത്തിലും തൊടും എന്നതിലും ഒരു സംശയവുമില്ല. ആണും പെണ്ണുമല്ലാത്ത ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു സാധ്യതയെ തിരിച്ചറിഞ്ഞ് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ അനിത കാണിച്ച ആ വലിയ മനസ്സിന് ഞാനടങ്ങുന്ന വലിയ വിഭാഗത്തിൻ്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. പ്രഹേളികയാകട്ടെ, ഇരയാകട്ടെ, ഇതിലെല്ലാം ഇരവൽക്കരിക്കപ്പെടുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ, ഞാനടങ്ങുന്ന അദൃശ്യവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ വേദനകളെ, അതിൻ്റെ ആത്മാംശങ്ങളെ വളരെ മനോഹരമായിട്ടും അതിതീവ്രമായിട്ടുമാണ് ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ കുറേ ഇങ്ങനെ പറഞ്ഞിട്ട് പോകാം, പക്ഷെ ഇത് വായിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിത് സംസാരിക്കുന്നത്. സാധാരണ പുസ്തക പ്രകാശനത്തിന് പോകുമ്പോൾ പലരും വന്ന് പലതും പറഞ്ഞിട്ട് പോകുമ്പോൾ ഒരു കവിതാ പുസ്തകത്തിൻ്റെ അകത്ത് കവിതകളിരുന്ന് നിങ്ങളാരും എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആകുന്നത്ര സമയമെടുത്ത് കവിതകൾ വായിച്ചതുകൊണ്ട് പറയുകയാണ്, ഇതിൽ ഞാൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുമുണ്ട് ഈ കവിതകളിൽ. അത് നമ്മൾ ഓരോരുത്തരുടെയും ആകാശങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ കണ്ടു മറന്നുപോയ കടലാഴങ്ങളിലേക്ക് നമ്മളെ ചെന്നെത്തിപ്പിക്കുന്നുണ്ട്. വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ പ്രിയപ്പെട്ട മനുഷ്യർക്കൊപ്പം ഇങ്ങനെ സംസാരിക്കാനും അതുപോലെ ആത്മഭാഷണങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ഡിസ്കോഴ്സിലേക്ക് വരെ വഴിതെളിക്കാവുന്ന ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചതിലും ഒരു കവിത ഇവിടെ അവതരിപ്പിക്കാം. സാർ ഇവിടെ താരാട്ടുപാട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി നമ്മുടെ മലയാളത്തിൽ ഒരുപാട് താരാട്ടുപാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മിശ്രലിംഗത്തോടു കൂടി ജനിക്കുന്ന ഇൻ്റർസെക്സ് വിഭാഗത്തിലെ കുഞ്ഞുങ്ങളെ പലപ്പോഴും സമൂഹം തമസ്കരിക്കാറാണ് പതിവ്. അവർക്ക് വേണ്ടി 2020 ഒരു താരാട്ടുപാട്ട് രചിക്കാൻ എനിക്ക് സാധിച്ചു. അതിൻ്റെ വരികൾ ഇവിടെ അവതരിപ്പിക്കാം. ആണല്ല പെണ്ണല്ല കൺമണി നീ, എൻ്റെ തേന്മണിയല്ലോ തേന്മണി, ആതുരയാമെൻ്റെ നീർമണി കണ്ടു കാലം നൽകിയ പൊൻകണി നീ, നന്മയും തിന്മയും വേർതിരിക്കണം കള്ളികൾക്കപ്പുറം നീ വളരേണം, പൊരുളിൻ്റെ പ്രതിബിംബമാകേണം നീ നീയായി തന്നെ നിറയേണം, മകനല്ല മകളല്ല മാരിവില്ലേ മാറോടു ചേർക്കുന്നു ഞാൻ നിന്നെ,
നൽകുന്നു നിറുകയിലൊരുമ്മ, ജന്മസാഫല്യത്തിൻ 100 ഉമ്മ. തളരല്ലേ, തഴയ്ക്കട്ടെ നിന്റെ സ്വപ്നങ്ങൾ, താങ്ങായി മാറട്ടെ നിന്റെ ജന്മം. ശാപമല്ല പാപമല്ല ഓമനെ നീ, എൻ്റെ ജീവിതത്തിൽ വന്നുദിച്ച ഭാഗ്യതാരം, ആദ്യതാരം നീ. ഇതാണ് ആ കവിത. ഇങ്ങനെ ഓരോ അമ്മയ്ക്കും മിശ്രലിംഗത്തോടു കൂടി ജനിച്ച ഇൻറ്റർസെക്സ് വിഭാഗത്തിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് പാടാൻ കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഒരു കുഞ്ഞും അദൃശ്യവൽക്കരിക്കപ്പെട്ടു പോകില്ല, ഒരു കുഞ്ഞും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകില്ല. എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന സമൂഹങ്ങളുടെ വേദനകളെ ഉൾക്കൊണ്ടുകൊണ്ട് സിസ്ജെൻഡർ കവികൾ ഇവിടെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്കൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷനെ പറ്റി ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖരായ എഴുത്തുകാരിൽ ഒരാളാണ് അനിത രാജീവനെന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഏവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. ഈ പുസ്തകം നല്ല രീതിയിൽ വായിക്കപ്പെടട്ടെ, നിരവധി പുരസ്കാരങ്ങൾ ലഭ്യമാകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. നന്ദി. നന്ദി പ്രിയപ്പെട്ട എഴുത്താൾ വിജയമല്ലിക. പുസ്തക പരിചയം നടത്തിക്കൊണ്ട് സനിൽ കാക്കാമൂല പ്രസിദ്ധനായ കവിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സമയത്തിൻ്റെ പരിമിതികൾ എല്ലാവർക്കും ഒരു ഓർമ്മ വേണം എന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വേദിയിലെ ബഹുമാന്യരെ, ഞാൻ ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ്. അതുകൊണ്ട് മലയാളത്തിൽ നമ്മൾ തിരുമകൾ തിരുമയുടെ അനിത രാജീവിൻ്റെ കവിതകളെക്കുറിച്ച് ഓർക്കുമ്പോൾ വയലോപ്പള്ളിയുടെ കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഇത് നട്ടലുള്ള കവിതയാണ്. നിന്നെ എന്നിൽ മറന്നു വയ്ക്കുമ്പോൾ ഞാനൊരു പൂമരമാകുമെന്ന് നീ കിനാവ് കണ്ടിരിക്കാം എന്ന് ഹൃദയം കൊണ്ടും, അടുത്ത് മുറവിളി വേണ്ട ഈ പുഴ നീന്തിയാണ് ഞാനും ഈ ഭൂമി തൊട്ടത് എന്നൊക്കെ പറയാൻ ശക്തമായി പറയാനും കഴിയുന്ന കവിയാണ്. ഞാൻ ഈ പുസ്തകത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ പറഞ്ഞതുകൊണ്ടും തിരുമകൾ തിരുമ പറയാനുള്ളത് ഈ പുസ്തകത്തിൽ പറയുന്നത് കൊണ്ടും അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിതിലെ ഒരു ചെറിയ കവിത 2 മിനിറ്റ് കൊണ്ട് മാത്രം വായിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്ര മാത്രം എന്ന ഒരു കവിത. ഹൃദയരക്തം കൊണ്ടെഴുതാൻ കൊതിച്ച വരികളെ, നിങ്ങളെ സ്വപ്നം കണ്ടുറങ്ങാൻ കാറ്റിൻ്റെ നനുത്ത സ്പർശം കൂട്ടുണ്ടായിരുന്നിട്ടും ആത്മഹത്യയുടെ അനന്ത സാധ്യതയിലേക്കാണ് യാത്ര. ഹൃദയരക്തം കൊണ്ടെഴുതാൻ കൊതിച്ച വരികളെ, നിങ്ങളെ സ്വപ്നം കണ്ടുറങ്ങാൻ കാറ്റിൻ്റെ നനുത്ത സ്പർശം കൂട്ടുണ്ടായിരുന്നിട്ടും ആത്മഹത്യയുടെ അനന്ത സാധ്യതയിലേക്കാണ് യാത്ര. വിശന്നെത്തുന്ന മരണമേ, നീ കൊത്തിത്തിന്നുക ഞാനൊന്നു പേരെഴുതിയ ഈ അരിമണിയേ. വിശന്നെത്തുന്ന മരണമേ, നീ കൊത്തിത്തിന്നുക ഞാനൊന്നു പേരെഴുതിയ ഈ അരിമണിയേ. ഉയിരുകൊത്തി നീ പറന്നകലുന്ന നേരം, ഉയിരുകൊത്തി നീ പറന്നകലുന്ന നേരം എന്നിൽ കലരാതെ പോയ അവനോടായി ഇത്രമാത്രം പറയുക, ഇത്രമാത്രം പറയുക, പറിച്ചെടുത്തു വലിച്ചെറിഞ്ഞു കളഞ്ഞതൊരു നിർമ്മല ഹൃദയത്തെയെന്ന്. ഇത്രമാത്രം പറയുക, പറിച്ചെടുത്തു വലിച്ചെറിഞ്ഞു കളഞ്ഞതൊരു നിർമ്മല ഹൃദയത്തെയെന്ന്. അതിൽ നിറഞ്ഞതിലേറെയും അവനായിരുന്നെന്ന്, അതിൽ നിറഞ്ഞതിലേറെയും അവനായിരുന്നെന്ന്. കാണാപ്പുറങ്ങൾ വിവരിക്കുന്ന സംശയ കണ്ണൊന്നു മൂടി വയ്ക്കണമെന്ന്,
കാണാപ്പുറങ്ങൾ വിവരിക്കുന്ന സംശയ കണ്ണൊന്നു മൂടി വയ്ക്കണമെന്ന് വായിച്ചു വായിച്ചു രന്ന ചുരുക്കത്തിലെത്തുമ്പോൾ വെന്തുരുകി നാളെ മറ്റുപോയത് എന്നിലെ അവനായിരുന്നെന്ന് വായിച്ചു വായിച്ചു രന്ന ചുരുക്കത്തിലെത്തുമ്പോൾ വെന്തുരുകി നാളെ മറ്റുപോയത് എന്നിലെ അവനായിരുന്നെന്ന് ആ വിശന്നെത്തുന്ന മരണമേ ഇനി നീ കൊത്തിത്തിന്നുക ഞാനെന്നു പേരെഴുതിയ ഈ അരിമണിയേ. മലയാള കവിതയുടെ അനന്തവിഹായസിൽ തിരുമകൾ തിരുമ എന്ന കവിയും ഈ സൃഷ്ടിയും ഏറെ ഉയരങ്ങളിലെത്തട്ടെ, ഏറെ ചർച്ച ചെയ്യപ്പെടട്ടെ, വിലയിരുത്തപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ. നന്ദി. സമയം ഷാർപ്പാണോ? ഗോപകുമാർ സാറ് പെട്ടെന്ന് തോന്നുന്നു. ഒരു ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീമതി അനിതയുടെ പുസ്തകം പ്രകാശനം ചെയ്ത പ്രിയപ്പെട്ട കവി കുരീപ്പുഴ ശ്രീകുമാർ, പുസ്തകം സ്വീകരിച്ച വിജയരാജ മല്ലിക, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ദീർഘമായ ഒരു ആശംസാ പ്രസംഗത്തിനല്ല ഞാനിവിടെ നിൽക്കുന്നത്. കേവലം ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗത്തിൽ നിന്നും പിന്തിരിയാമെന്ന് കരുതുന്നു. ONVയുടെ ഒരു കവിതയുണ്ട്, മലയാള അക്ഷരങ്ങളെ ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണ് കാണുന്നത്. വെറുതെ വെള്ളത്താളിൽ വിടർന്ന പുഷ്പം, പൊരുളറിയാത്തൊരു ചിത്രം, മുറ്റത്തു പതിഞ്ഞതാം കിളിക്കാലുകൾ, മേലെ കാവിലെ പൂരം, വേലക്കെഴുന്നള്ളിച്ചൊരാന തൻ ഉണ്ണിക്കിടാവ്, ആരും കണ്ടു കൈചൂണ്ടും കശുമാവണ്ടി, ഒരു കാളവണ്ടി തൻ ചക്രം, പിച്ച വച്ചെത്തും ചന്ദ്രക്കല. വിശദീകരണത്തിലേക്ക് പോവുകയല്ല. നമ്മുടെ ഈ കമ്പ്യൂട്ടറും അതുപോലെ ആധുനിക വിവര സാങ്കേതിക വിദ്യയും ഒക്കെ കടന്നു വന്നപ്പോൾ നമ്മുടെ മലയാള ഭാഷയ്ക്ക് അത് വല്ലാതെ മങ്ങലേൽപ്പിക്കുമെന്ന് പറഞ്ഞ ഒരു ആശങ്കയെ എല്ലാം ധിക്കരിച്ചുകൊണ്ട് ഇന്ന് മലയാള സാഹിത്യം വളരെ സമ്പന്നവും സമൃദ്ധിയോടും നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് എഴുത്തുകാർ കടന്നു വരികയാണ്, കൂടുതലും വനിതകളാണ്, സ്ത്രീകൾ കടന്നു വരുന്ന ഒരിടമായി മാറിയിരിക്കുന്നു. ഒരുപാട് കവികൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ ഒരു വലിയൊരു സാംസ്കാരികമായ ഒരു വിപ്ലവം തന്നെയാണ് ഭാഷയിൽ നടക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയ കാണിച്ചു തന്നിരിക്കുന്നു. അനിത സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്നു വന്ന ഒരു കവിയാണ്. അനിതയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കൂടുതൽ എഴുത്തുകൾ ഉണ്ടാവട്ടെ, കൂടുതൽ ഈ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ വിപുലീകരിക്കാൻ അനിതയുടെ എഴുത്തുകൾക്ക് കഴിവുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദിവ്യ പ്രസാധകർ സഹകരിക്കുക, സമയനിഷ്ഠ പാലിക്കണം. സമയം അതിക്രമിച്ച് 7 മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട്. നമസ്കാരം. ഓരോ മനുഷ്യർക്കും ഓരോ കഥകളുണ്ട്. ഓരോ വരികളും, അതായത് അനിതയുടെ ഓരോ കവിതകളും അടയാളപ്പെടുത്തുന്നത് ഓരോ മനുഷ്യരുടെയും ജീവിത ചരിത്രങ്ങളാണ്. കൂടുതൽ അനിതയുടെ കവിതകൾ വായിക്കപ്പെട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നടത്തുന്നു. ഗോവിന്ദ ഒരു ഒറ്റ വാക്ക് മതി. കാലിൽ ചങ്ങലയിട്ടുകൊണ്ട് നടക്കണമെന്ന് പറയുന്നത് പോലുള്ള ഒരവസ്ഥയാണ്. സംഭാഷണത്തെ മുറിപ്പെടുത്തുകയും സംഭാഷണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതും സങ്കടകരമാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞതുപോലെ എഴുത്തമ്മമാരുണ്ടാകട്ടെ. എഴുത്തച്ഛന്മാർ മാത്രമല്ല നമുക്ക് വേണ്ടുന്നത്, എഴുത്തച്ഛനും എഴുത്തമ്മയും ഉണ്ടാകട്ടെ. ഒരുപക്ഷെ ലോകക്രമത്തിൻ്റെ ആധിപത്യം സ്ത്രീകളുടെ കയ്യിലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നില്ല. ലോകത്ത് യുദ്ധങ്ങൾ ഒഴിവായി കിട്ടുമായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട അനിത സംസാരിക്കും. ഏറെ ബഹുമാന്യരും ആദരണീയരുമായ എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളും പ്രിയപ്പെട്ട ഗുരുക്കന്മാരും എല്ലാവരും നിറഞ്ഞൊരു വേദിയിൽ എൻ്റെ ആദ്യ പുസ്തകമായ പുഴ കടന്ന് ഭൂമി തൊട്ടവർ എന്ന പുസ്തകം ഇവിടെ പ്രകാശിതമായിരിക്കുകയാണ്. ഈ ചടങ്ങിനെ ഏറ്റവും ധന്യമാക്കാൻ ഞാനൊന്ന് വിളിച്ചപ്പോൾ എൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ കവി
കുരിപ്പുഴ മാഷിനെ ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ എൻ്റെ അധ്യക്ഷനെ ഞാൻ വിട്ടുപോയതല്ല, അധ്യക്ഷനും ഏറെ നന്ദി പറയുന്നു. ഒപ്പം തന്നെ വിജയരാജ മല്ലികയെ ഞാൻ അറിഞ്ഞ കാലം മുതൽ ഞാൻ എൻ്റെ കൂടെ നടത്തുന്ന വായനയിലൂടെ, അക്ഷരങ്ങളിലൂടെ ഞാൻ കൂടെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. വിജയരാജ മല്ലികയ്ക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെയുള്ള ആരെയും ഞാൻ വിട്ടുകളഞ്ഞിട്ടല്ല, അവരെ ഏറെ ബഹുമാനത്തോടു കൂടി നമ്മുടെ സമയപരിമിതി എടുത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഒപ്പം കൂടിയ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങിൽ ഞാൻ ഏറെ നന്ദി അറിയിക്കുന്നു.